ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 21, ബ്രിന്ദിസിയിലെ വിശുദ്ധ ലോറൻസിന്റെ തിരുനാൾ. 1559 ജൂലൈ 22-ാം തീയതി ഇറ്റലിയിൽ ബ്രിന്ദിസി എന്ന സ്ഥലത്ത് ജനിച്ച ലോറൻസ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർ വില്യവും എലിസബത്ത് റുസോയും ചേർന്ന് മകന് ജൂലിയസ് സീസർ എന്നാണ് പേരിട്ടത്. 16-ാമത്തെ വയസ്സിൽ വെനീസിലെ കപ്പുച്ചിൻ ആശ്രമത്തിൽ ചേർന്ന് ലോറൻസ് എന്ന പേര് സ്വീകരിച്ചു. പാദുവ സർവകലാശാലയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച് 23-ാമത്തെ വയസ്സിൽ വൈദികനായി. യഹൂദന്മാരെ പോലെ ഹീബ്രു സംസാരിച്ചതുകൊണ്ട് യഹൂദർക്കിടയിൽ സുവിശേഷ ജോലി ചെയ്യാൻ 8-ാം ക്ലമന്റ് മാർപ്പാപ്പ ലോറൻസിനെ നിയോഗിച്ചു. 31-ാമത്തെ വയസ്സിൽ ഫാദർ ലോറൻസ് ടസ്കനിലെ പ്രൊവിൻഷ്യലും 1602 കപ്പുച്ചിൻ സഭയുടെ മിനിസ്റ്റർ ജനറലുമായി തിരഞ്ഞെടുത്തു. 70,000 തുർക്കി പടയാളികൾക്കെതിരെ ഫാദർ ലോറൻസ് 18,000 ക്രിസ്ത്യൻ യോദ്ധാക്കളെ നിരത്തി കുതിരപ്പുറത്ത് കുരിശു രൂപം പിടിച്ചു നയിച്ചു. ആ ഏറ്റുമുട്ടലിൽ തുർക്കികൾ പലായനം ചെയ്തു. ജർമ്മനിയിൽ ഫാദർ ലോറൻസിന് ധാരാളം മാനസാന്തരങ്ങൾ നേടാൻ കഴിഞ്ഞു. സ്വദേശമായ ആപ്പിൾസിലെ തർക്കം തീർക്കാൻ ഫാദർ ലോറൻസ് പോപ്പൽ പ്രതിനിധിയായി ലിസ്ബണിലേക്ക് പോവുകയുണ്ടായി. അവിടെ വച്ച് മാരകമായ രോഗം പിടിപെടുകയും 1619 ജൂലൈ 22-ാം തീയതി ദിവംഗതനാവുകയും ചെയ്തു. 1881 ഡിസംബർ 8-ന് ലിയോ 13-ാമൻ മാർപ്പാപ്പ വിശുദ്ധനെന്നും 1959 മാർച്ച് 19-ന് ജോൺ 23-ാമൻ മാർപ്പാപ്പ സാർവത്രിക സഭയുടെ വേദപാരംഗതനെന്നും വിശുദ്ധ ലോറൻസിനെ പ്രഖ്യാപിച്ചു. വിശുദ്ധ ലോറൻസെ, ഞങ്ങൾക്കു വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.